2025 ഭൂമി ഉൾപ്പെടുന്ന നമ്മുടെ സോളാർ സിസ്റ്റത്തിലേക്ക് ഒരു അതിഥി എത്തി. മറ്റൊരു നക്ഷത്ര ലോകത്തിൽ നിന്ന് കോടിക്കണക്കിന് വർഷങ്ങളോളം സഞ്ചരിച്ച് എത്തിയ ഒരു യാത്രക്കാരൻ. പേര് 3i അറ്റ്ലസ്. പിന്നാലെ ഈ അതിഥിയെക്കുറിച്ചുള്ള അന്വേഷണത്തിലായി ശാസ്ത്രലോകം. ഇതെവിടെ നിന്ന് വന്നു, എത്ര ദൂരം സഞ്ചരിച്ചാണ് എത്തിയത്, എന്തിനു വന്നു, അങ്ങനെ ഉത്തരം കണ്ടെത്തേണ്ട ചോദ്യങ്ങൾ നിരവധി. ഇതൊരു സാധാരണ വാൽനക്ഷത്രമോ ധൂമകേതുവോ അല്ല എന്നതാണ് ശാസ്ത്രലോകത്തിന്റെ കൗതുകം വർദ്ധിക്കുവാൻ കാരണം. സൗരയൂഥത്തിന് പുറത്തുനിന്നെത്തിയ ഇതുവരെ കണ്ടെത്തിയ മൂന്നാമത്തെ ഇന്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റാണ് ഇതെന്നാണ് നിലവിലെ നിഗമനം. അതുകൊണ്ടാണ് പേരിൽ 3 എന്നുള്ളത് വന്നതും. അതായത് എത്രയോ ആയിരം വർഷങ്ങൾക്ക് മുൻപ് വേറൊരു നക്ഷത്ര സമൂഹത്തിൽ ജനിച്ച് എപ്പോഴോ യാത്രയാരംഭിച്ച് അനേക ദൂരം സഞ്ചരിച്ച് 2025 നമുക്ക് മുന്നിൽ എത്തി എന്നർത്ഥം. ഈ കോമറ്റിന് 7 ബില്യൺ വർഷത്തിലധികം പഴക്കമുണ്ടെന്നാണ് ശാസ്ത്രജ്ഞരുടെ അനുമാനം. അതായത് സൗരയൂഥത്തേക്കാൾ ഏകദേശം 3 ബില്യൺ വർഷം പഴക്കമുണ്ടാകും. മാത്രമല്ല, ഇതുവരെ കണ്ടെത്തിയ ഇന്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റുകളിൽ വെച്ച് ഏറ്റവും വലുതും ഇതാകാനാണ് സാധ്യത. ഇത് മറ്റൊരു നക്ഷത്ര വ്യവസ്ഥയിൽ രൂപപ്പെടുകയും പിന്നീട് ഇന്റർസ്റ്റെല്ലാർ സ്പേസിലേക്ക് തെറിച്ചു പോവുകയും ചെയ്ത ഒരു പ്രാചീന വാൽനക്ഷത്രമാണെന്നും വാദമുണ്ട്. 2025 ജൂലൈ 1 ചിലിയിലുള്ള അറ്റ്ലസ് ടെലിസ്കോപ്പിലൂടെയാണ് ഇതിനെ ആദ്യമായി കണ്ടെത്തിയത്. പേരിനൊപ്പം അറ്റ്ലസ് എന്ന് ചേർന്നത് അങ്ങനെയാണ്. ആദ്യ കാഴ്ചയിൽ തന്നെ സാധാരണ വാൽനക്ഷത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പ്രകാശത്തിലുള്ള ചെറിയ മാറ്റമാണ് 3i അറ്റ്ലസിനെ ശാസ്ത്രലോകത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. നമ്മുടെ സൗരയൂഥത്തിലെ ഗ്രഹങ്ങളും മറ്റും സൂര്യനെയാണ് ചുറ്റുന്നതെങ്കിൽ അറ്റ്ലസിന്റെ പാത ഒരു ഹൈപ്പർബോളയിലാണ്. അതായത് ഇത് സൂര്യനെ ഒരിക്കൽ കണ്ട് മടങ്ങും, പിന്നെ ഒരിക്കലും തിരിച്ചു വരികയില്ല. 3i അറ്റ്ലസിനെ ചുറ്റിപ്പറ്റി ഇത്രയേറെ ആകാംക്ഷയുണ്ടാകാൻ കാരണം അതിന്റെ സ്വഭാവ രീതിയിലെ സവിശേഷത തന്നെയാണ്. ചിലപ്പോൾ ഇത് പെട്ടെന്ന് പ്രകാശിക്കുന്നു, ചിലപ്പോൾ പെട്ടെന്ന് മങ്ങുന്നു. അങ്ങനെ സാധാരണ വാൽനക്ഷത്രങ്ങളെ പോലെ ഇതിന്റെ പ്രകാശത്തെക്കുറിച്ച് പ്രവചിക്കുക എന്നത് അസാധ്യമാണ്. ഇതിന്റെ സഞ്ചാരപഥവും വേഗതയും രാസഘടനയുമെല്ലാം ഇത് നമ്മുടെ സൗരയൂഥത്തേക്കാൾ പഴക്കമുള്ളതും മറ്റൊരു നക്ഷത്ര വ്യവസ്ഥയിൽ രൂപപ്പെട്ടതാണെന്ന സിദ്ധാന്തത്തെ ഊട്ടിയുറപ്പിക്കുന്നതാണ്. ഒക്ടോബർ 30 3i അറ്റ്ലസ് സൂര്യനോട് ഏറ്റവും അടുത്തെത്തിയത്. ഏകദേശം ചൊവ്വയുടെ ഭ്രമണപഥത്തിലായിരുന്നു അപ്പോൾ. ആ സമയത്ത് ഈ വാൽനക്ഷത്രത്തിനുണ്ടായ മാറ്റങ്ങളും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ആ സമയത്ത് സൂര്യന്റെ ഗുരുത്വാകർഷണ ബലത്തിന് പുറമെയുള്ള നോൺ ഗ്രാവിറ്റേഷണൽ ആക്സിലറേഷൻ കോമറ്റിൽ കാണപ്പെട്ടു. വാതകവും പൊടിപടലങ്ങളും പുറന്തള്ളുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന ഒരു മാറ്റമാണിതെന്നായിരുന്നു നാസയുടെ വിശദീകരണം. ഈ സമയത്ത് അറ്റ്ലസിനുണ്ടായ നിറം മാറ്റത്തിലും ഏറെ പ്രത്യേകതകളുണ്ടായിരുന്നു. സൂര്യനോട് അടുക്കും തോറും അറ്റ്ലസിന്റെ നിറം നീലയായാണ് കാണപ്പെട്ടത്. സൂര്യന്റെ ചൂടിനോടുള്ള പ്രതികരണമായി പുറത്തുവന്ന അയോണൈസ്ഡ് കാർബൺ മോണോക്സൈഡ് എന്ന വാതകത്തിന്റെ സാന്നിധ്യതയാണ് ഇത് സൂചിപ്പിക്കുന്നതെന്നായിരുന്നു ശാസ്ത്രലോകത്തിന്റെ കണ്ടെത്തൽ. മാത്രമല്ല, കൊമറ്റിന്റെ ഏറ്റവും പുതിയ ചിത്രങ്ങളിൽ പല ദിശകളിലേക്കും സങ്കീർണമായ ജെറ്റ് ഘടനകൾ പുറത്തുവരുന്നതും കണ്ടെത്തി. ഇത് ധൂമകേതുവിന്റെ ഉപരിതലത്തിലെ ഐസ് പോക്കറ്റുകൾ പെട്ടെന്ന് ബാഷ്പീകരിക്കപ്പെടുന്നതിന്റെ ഫലമെന്നാണ് ശാസ്ത്രജ്ഞരുടെ അനുമാനം. മറ്റ് ഇന്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റുകൾ ഭൂരിഭാഗവും റാൻഡം ആംഗിളിൽ പ്രവേശിക്കുമ്പോൾ അറ്റ്ലസ് കൃത്യമായി സോളാർ സിസ്റ്റത്തിന്റെ ഓർബിറ്റിൽ പ്ലാനറ്റിനെ പിന്തുടർന്നു വന്നു എന്നാണ് കണ്ടെത്തൽ. ഇതിന്റെ കാരണം എന്താണെന്നും യാദൃശ്ചികമാണോ അല്ലെങ്കിൽ കൃത്യമായ ഗ്രാവിറ്റേഷണൽ ഷെപ്പേർഡിംഗ് ആണോ കാരണം എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ശാസ്ത്രലോകത്തിന് കണ്ടെത്താനുള്ളത്. ഇതിനു മുൻപ് നമ്മുടെ സൗരയൂഥത്തിന് പുറത്തുനിന്ന് വന്ന 2 ഇന്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റുകൾ ഒമുവാവുമ, ബോറിസോവ് എന്നിവയാണ്. ഇതിൽ ഒമുവാവുമ ഒരു റോക്കി ഒബ്ജക്റ്റും ബോറിസോവ് ഡസ്റ്റി കോമറ്റുമായിരുന്നു. എന്നാൽ 3i അറ്റ്ലസ് ഇവയിൽ നിന്നെല്ലാം പൂർണ്ണമായി വ്യത്യസ്തനാണ്. അതായത് ഇന്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റുകൾക്ക് ഒരേ സ്വഭാവമായിരിക്കണമെന്ന് യാതൊരു നിയമവും ഇല്ലെന്നും അറ്റ്ലസ് തെളിയിക്കുന്നു. നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ കൊമറ്റുകളുമായി പൊരുത്തപ്പെടുന്നതല്ല അറ്റ്ലസിന്റെ കോമ്പോസിഷൻ എന്നതാണ് മറ്റൊരു വസ്തുത. ഇത് ഭൂമിക്ക് ഭീഷണിയാകുമോ എന്നതായിരുന്നു മറ്റൊരു പ്രധാന ആശങ്കയും ചോദ്യവും. എന്നാൽ 3i അപകടകാരിയല്ലെന്നാണ് ഇതുവരെയുള്ള വിലയിരുത്തൽ. ഭൂമിയുടെ ഏറ്റവും അടുത്തെത്തിയപ്പോൾ പോലും ഈ കൊമറ്റുമായുള്ള അകലം 1.8 അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. അതായത് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ശരാശരി ദൂരത്തിന്റെ 1.8 ഇരട്ടി ദൂരം. ഡിസംബറിൽ ഇത് ഭൂമിയോട് ഏറ്റവും അടുത്തെത്തുമെന്നാണ് വിലയിരുത്തൽ. ഏകദേശം 269 ദശലക്ഷം കിലോമീറ്റർ അകലെ കൂടിയാകും സഞ്ചാരം. ഇത്രയും അകലെയാണെങ്കിലും അറ്റ്ലസ് ഭൂമിയിലെ ശാസ്ത്രജ്ഞർക്ക് അറിവിന്റെ വലിയൊരു ലോകം തന്നെയാണ് തുറക്കുന്നത്. സൗരയൂഥത്തിന് പുറത്തുള്ള നക്ഷത്ര ലോകങ്ങളിൽ എങ്ങനെ കൊമറ്റുകൾ രൂപപ്പെടുന്നു, അവിടുത്തെ മെറ്റീരിയൽ എന്താണ്, അവയുടെ രാസഘടന നമ്മുടേതിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു തുടങ്ങിയ ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. അങ്ങനെ രഹസ്യങ്ങളുടെയും ചോദ്യങ്ങളുടെയും വലിയൊരു കെട്ടുമായി ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പുറപ്പെട്ട നമ്മുടെ ആകാശഗംഗയിലെത്തിയ അതിഥിയെ കാത്തിരിക്കുകയാണ് ശാസ്ത്രലോകം.